അസ്സലാമു അലൈക്കും. നമുക്കിന്ന് ഇവിടെ പത്തിരി ഉണ്ടാക്കട്ടോ. പത്തിരി ചിക്കൻ കറിയാട്ടോ ഞാൻ ഉണ്ടാക്കണേ. 13ാമത്തെ നോമ്പാട്ടോ. അപ്പോൾ നമ്മളിവിടെ പത്തിരിക്ക് വെള്ളം വെച്ചിട്ടുണ്ട്. ചെറിയ ഗ്യാസ് കിട്ടില്ല കേട്ടോ. ഒരു കാണിച്ചെടുത്താണ് ഇതാ ചെറിയ ഗ്യാസ് കിട്ടില്ലാതെ നമുക്ക് ഉപ്പിട്ടെടുക്കട്ടെ കേട്ടോ. ഇനി കുറേ പണികളൊക്കെ എനിക്കുണ്ട്. ഇനി ചിക്കൻ കറിയൊക്കെ ഉണ്ടാക്കണം. അപ്പോൾ ഇതിൽ നിന്ന് ഉപ്പിട്ടെടുക്കാം കേട്ടോ. അപ്പം നമുക്കിനി അരച്ച് വെച്ചിട്ട് ഇത് തിളച്ചിട്ട് നമുക്ക് പൊടിയൊക്കെ ഇടണം. അപ്പോൾ എനിക്ക് കുറേ ഞാൻ അരക്കുന്നുണ്ട് കേട്ടോ. അതൊക്കെ ഒന്ന് നമുക്ക് പിന്നെ തോരനിടണം കേട്ടോ. അപ്പോൾ ഇവിടെ കേട്ടോ ഞാൻ തോരനിടൽ. അപ്പം കുറേ അലക്കി വെച്ചതിന് കേട്ടോ. അപ്പോൾ വിലക്കി വെച്ചതൊക്കെ ഇവിടെ ഇട്ട വേഗം ഉണങ്ങും കേട്ടോ. പിന്നെ അപ്പം ഞാൻ വേഗം അതൊക്കെ ഒന്ന് തോരനിട്ടിട്ട് വേണം ബാക്കിയുള്ള ജോലികളൊക്കെ ചെയ്യാൻ. അപ്പം 13ാമത്തെ നോമ്പിനെടുത്ത വീഡിയോ ആണ് കേട്ടോ. എപ്പോഴാണ് ഞാൻ അപ്ലോഡ് ചെയ്യുന്നത്. അരച്ചിട്ട് കേട്ടോ. തരിച്ചിട്ടോ ഇത് കാരണം അതിൽ ഇങ്ങനെ ഇത്ര മാത്രം ആണോ? ഇത്ര കൂടെ രാത്രി വേണോ? ഓക്കെ അല്ലേ, ഇതാണ് ഇന്നാളുണ്ടായില്ലേ. ഇനി വേണോ പൊടി? രണ്ടാൾക്കല്ലേ മാടലുള്ളൂ. വേണമെങ്കിൽ ഒഴിച്ചെടുക്കല്ലേ. നമ്മൾ പത്തിരി പൊടി വാട്ടിയോണ്ട് നിൽക്കട്ടോ. എന്തെങ്കിലും വെള്ളം പോരായി വേണോ? ഞാൻ എൻ്റെ ഈ ഗ്യാസ് മരായിട്ട് ഉണ്ടാക്കിയ മറ്റേ ഗ്യാസ് മരം ഉണ്ടാക്കിയിട്ടുണ്ടെന്ന്. ഇത് കിട്ടണില്ല. ഈ വീണ് നമ്മൾ ചിക്കൻ ഇടിച്ച് ഇല്ല കേട്ടോ. തണുത്ത് പോറി ഓരോ കഷ്ടം എടുക്കേണ്ടി വരും. അങ്ങനെ കിട്ടത് കവർ മുങ്ങി കവർ വേറെ ഇട്ടല്ലേ. ഞാൻ പത്തിരി കുഴക്കട്ടെ കേട്ടോ. അതുണ്ടോ നമുക്ക് ചിക്കൻ കറിക്കുള്ള സാധനങ്ങൾ തേങ്ങ വെച്ചോട്ടോ. ചിക്കൻ കറി വെക്കണ അപ്പോൾ അതിക്കുള്ള സാധനങ്ങളൊക്കെ ഇപ്പം അരിഞ്ഞുകൊണ്ട് വെക്കണം കേട്ടോ. ഞാൻ പത്തിരി പൊടി കുഴക്കട്ടെ. അപ്പോൾ ഇക്ക ചിക്കനില്ലത് അരിഞ്ഞ പോലത്തെ ഞാൻ വേഗം പത്തിരി പൊടി കുഴക്കട്ടെ വിചാരിച്ചു. പത്തിരി പൊടി കുഴിച്ചുകൊണ്ട് നിൽക്കുകയാണ് കേട്ടോ. ചൂടും ഉണ്ട്. പത്തിരി പൊടി കുഴിച്ച് വേഗം ഉണ്ടാക്കി. അപ്പോൾ ഞാൻ കറിക്കില്ല അരിഞ്ഞ് വെച്ചിട്ട് വേഗം കറി വേഗം ഉണ്ടാക്കി വെച്ചാൽ പിന്നെ വേഗം ഉപ്പൊക്കെ പിടിച്ചല്ലോ. അത് വിചാരിച്ചാൽ വേഗം കറി ഉണ്ടാക്കി വെക്കാം കേട്ടോ. കേട്ടോ നമ്മൾ ചിക്കൻ കറി ഉണ്ടാക്കാം കേട്ടോ.
മസാലപ്പൊടി നമുക്ക് ഇട്ടിട്ടാൽ മതി. കറി കണ്ടാൽ വേവില്ലേ അല്ലേ? ഓൺലൈനിൽ നിന്ന് വാങ്ങിയതാട്ടോ ഇത്. ഞാൻ ഓൺലൈനിൽ നിന്ന് വാങ്ങിയതാട്ടോ. ഇതിന് 290 രൂപയാണ്. അപ്പോൾ ഞാനിതിൽ മഞ്ഞളൊക്കെ ഓരോന്നിൽ ആക്കിച്ചാൽ ഉപ്പിൻ്റെ വെള്ളം, അപ്പോൾ മുളക്, മഞ്ഞൾപ്പൊടി നമ്മൾ ഇതിലേക്ക് ഇങ്ങനെ ഇട്ട് കൊടുക്കുകയാണ്. മുളക് പൊടി ഇട്ടിട്ടേ പച്ചമുളക് ഇട്ടില്ലെങ്കിൽ ഉപ്പ്, മല്ലി അതാണ് ഇട്ട് കൊടുക്കാം. ഇളക്കി കൊടുത്തിട്ട് നമുക്ക് ഇതിലേക്ക് പെരുംജീരകപ്പൊടി ഇടണം. നമുക്ക് ഇതിലേക്ക് ചിക്കൻ ഇട്ട് കൊടുക്കട്ടെ. ഇവിടെ പത്തിരി പറ്റാണ്ട് മതി. പിന്നെ തേങ്ങ അരക്കാനല്ലേ, അപ്പോൾ മതി. ഇത് കടന്നു. അപ്പോൾ നമ്മളിതാ പത്തിരി പറ്റി വെച്ചിട്ടുണ്ട്. ഇനി പത്തിരി ചൂടണം. ചിക്കൻ കറി ഇവിടെ ആയിട്ടുണ്ട്. തേങ്ങ ചേരുന്നുണ്ട്. നമുക്ക് കറി വറവിടാം കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചെടുത്തിട്ട് അതിലേക്ക് കറിവേപ്പിൻ്റെ ഇലയും ചെറിയ ഉള്ളി അരിഞ്ഞത് ഇട്ടിട്ടാട്ടോ ഞാൻ വറവിടണേ. നമുക്ക് കറി വറവിട്ടിട്ട് കറിക്ക് നമുക്ക് അത് ഒഴിച്ചു കൊടുക്കാം. ഇതിൻ്റെ ഇടയിൽ കൂടി ഞാൻ പൊരിച്ചകക്കില്ലതും കൂടി ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. ഞാൻ ഉള്ളിത്തണ്ട് വാങ്ങിയിന്. അപ്പോൾ ഉള്ളിത്തണ്ട് ഉപ്പേരിയൊക്കെ ഇട്ട് വിചാരിച്ചിട്ട് ഞാൻ കടുക് ഇട്ട് കൊടുക്കട്ടെ വെളിച്ചെണ്ണയ്ക്ക്. കാരണം പത്തിരി ഉണ്ടാക്കണേന്, കറി ഉണ്ടാക്കണേൻ്റെയും ചായ ഉണ്ടാക്കണേൻ്റെയൊക്കെ ഇടയിൽ കൂടെ ഞാൻ പൊരിച്ചകക്കില്ലതും കൂടി ഉണ്ടാക്കുന്നുണ്ട്. അപ്പം നമുക്ക് കടുകും കരിയപ്പൊക്കെ ഇട്ടതിന് ശേഷം ഉള്ളിത്തണ്ട് അരിഞ്ഞ് വെച്ചിരിക്കും. അത് അയക്കാണ്ട് ഇട്ട് കൊടുക്കാൻ വിചാരിച്ച്. അതും വേവിച്ച് വെക്കാൻ വിചാരിച്ച്. പിന്നെ പൊരിച്ചൊക്കെ എണീറ്റ് ഉണ്ടാക്കും ഭയങ്കര ഇടങ്ങാറ്. പിന്നെ എനിക്ക് മഗ്‌രിബിൻ്റെ ശേഷം അടുക്കളയിൽ വരിക എന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പം പിന്നെ നമുക്ക് നിസ്കരിച്ചാലും ഓതാനൊക്കെ ഉണ്ടാകും. അങ്ങനെ ഇരിക്കാമല്ലോ. പൊടി ഇങ്ങനെ വരുന്നുണ്ട് കേട്ടോ. അങ്ങനെ പിന്നെ ഇത് ഞാൻ ഉള്ളിപ്പേരി വെച്ചത് കേട്ടോ. ഉള്ളിപ്പേരിയാണ്. പിന്നെ കറി ആയിട്ടുണ്ട്. ചിക്കൻ കറി ആയിട്ടുണ്ട്. എന്താ ചിക്കന് തേങ്ങ അരച്ച് വെച്ചത് കേട്ടോ. ഇന്ന് രാത്രിക്കൊക്കെ ഞങ്ങൾക്ക് പിന്നെ പൊരിച്ചകക്കും തന്നെ മതി കേട്ടോ. ഞാൻ പൊരിച്ചക്ക് മത്തൻ കറി ഉണ്ടാക്കാൻ വിചാരിച്ചു. അപ്പം അതിനൊന്നും ആവില്ല വിചാരിച്ചു. ഞങ്ങൾ ഇത് ഞാൻ ഓൺലൈനിൽ നിന്ന് ഓർഡർ ചെയ്തതേനി. 290 റുപ്യ ഇട്ടതേനി. അപ്പോൾ നമുക്ക് ആവശ്യമില്ല മല്ലി, മുളക്, മഞ്ഞളൊക്കെ ഇതിലേക്ക് എടുത്തിട്ടാൽ മതി. വലിയ കുളങ്ക നമുക്ക് എടുക്കേണ്ട ആവശ്യമില്ല. ശേഷമൊക്കെ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. പിന്നെ ഇനി നമുക്ക് പാൽവായ്ക്ക ഉണ്ടാക്കണം. ചട്ടിന് ചൂടൽ കഴിയട്ടെ വിചാരിച്ചിട്ടാണ്. പാൽവായ്ക്ക ഉണ്ടാക്കണം. ഇത് ഇളക്കി കൊടുക്കട്ടെ കേട്ടോ. ഇളക്കി കൊടുക്കണം. പാൽവായ്ക്ക ഉണ്ടാക്കണം. പാൽവായ്ക്കയും കൂടി ഉണ്ടാക്കി ഇന്നത്തെ സ്പെഷ്യൽ കഴിഞ്ഞു. പത്തിരിയായി, ചിക്കൻ കറിയായി. ഉള്ളിത്തണ്ട് ഭയങ്കര ഇഷ്ടമായി. ഉള്ളിത്തണ്ട് ഉപ്പേരി പെരച്ചക്കില്ല, ഉപ്പരച്ചൊക്കെ ചൂടാറാത്ത കാസ്ട്രോൾ ഉണ്ട്, അതിൽ ഇട്ടച്ചാൽ മതി. പിന്നെ എനിക്ക് ഇനി പാൽവായ്ക്ക ഉണ്ടാക്കി ചായ, ചോറ്, അത്രയൊക്കെ തന്നെ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ. പിന്നെ മീൻ പൊരിച്ചാണ്ട് മാന്തളം കൊണ്ടുവന്ന് വെച്ചാണ്. അത് പൊരിക്കണം. നമ്മളെ വ്ളോഗർ ജുനൈദ് മരിച്ചു എന്നുള്ള ന്യൂസൊക്കെ ഒന്ന് കേട്ട് ഭയങ്കര ഇടങ്ങേറ് തന്നെയല്ലേ നമ്മളെ ഒരാൾക്കാർ പോകുമെന്ന് പറയുമ്പോൾ. അപ്പോൾ പാൽവായ്ക്ക ഉണ്ടാക്കാൻ വേണ്ടി സാബുനരി വെള്ളത്തിട്ടൊക്കെയാണ് കേട്ടോ. നമുക്ക് ഇതിലേക്ക് കുറച്ച് വെള്ളം വെച്ചിട്ട് അത് ചൂടായതിന് ശേഷം നമുക്കതിലേക്ക് ഏലക്കായ ഇട്ടെടുക്കുക. പിന്നെ നമുക്കതിലേക്ക് സാബുനരി ഇട്ടെടുത്തിട്ട് ഇതിലിട്ട് വേവിക്കണം കേട്ടോ. ഒരു വേവ് പാകമാകുമ്പോൾ മാത്രമേ നമ്മളത്
ഗ്യാസ് ഓഫാക്കിയാൽ മതി. നമുക്ക് അതിലേക്ക് ഇട്ടെടുക്കാം. ഇട്ടെടുത്താലോണം ഇളക്കി വേവിക്കണം കേട്ടോ, അല്ലെങ്കിൽ അടി പിടിക്കും ഒക്കെ ചെയ്യും. പാൽവായ്ക്ക ഒന്നും ഉണ്ടാക്കണം അങ്ങനെ വിചാരിച്ചു. മലബാറിൻ്റെ സ്പെഷ്യലാണല്ലോ പാൽവായ്ക്ക. അപ്പം അത് ഉണ്ടാക്കി ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കി കഴിക്കണം. ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ട് ഇതിൻ്റെ മുന്നേ പാൽവായ്ക്ക ഉണ്ടാക്കുന്ന വീഡിയോ. അപ്പോൾ നമുക്കിത് ഇളക്കി വേവിച്ചെടുക്കാം കേട്ടോ. കേട്ടോ ചെറുതാക്കി അരിഞ്ഞിടാം. മലബാറിൻ്റെ സ്പെഷ്യൽ. അപ്പം നമ്മൾ പാൽവായ്ക്കത റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ഇതേ പരുവത്തിൽ വരുന്ന കേട്ടോ. നമുക്ക് നെയ്യൊക്കെ ഇട്ടിട്ടൊന്ന് വറവിടണം. വണ്ടിപ്പരിപ്പ്, ഇത് കാഷ്നട്ട് ഇതൊക്കെ ഇട്ടിട്ടൊന്ന് വറവെടുത്തെടുക്കാം. പിന്നെ പാൽവായ്ക്കയിൽ നമ്മൾ മിൽക്ക് മെയ്ഡ് ഞാൻ ചേർത്തത് വീഡിയോ എടുക്കാൻ മറന്നു കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെ തന്നെയുള്ളൂ ഇന്നത്തെ വിശേഷം. അതിന് ഞാൻ ഈ ആപ്പിൾ ജ്യൂസ് അടിച്ചിനി. പിന്നെ ഫ്രൂട്ട്സ് ഇല്ല കേട്ടോ ഞങ്ങൾക്ക് ഇന്ന്. പിന്നെ ഞങ്ങൾ